ഇനി നമുക്ക് മാധുവിലേക്ക് പോകാം. മാധു എവിടെയാണുള്ളത്? അവിടുത്തെ സാഹചര്യം എന്താണ്? നല്ല ആൾ തിരക്കുണ്ടോ ഇപ്പോൾ? ഗവൺമെന്റ് എൽ പി സ്കൂളിലെ 122ാമത്തെ ബൂത്തിൽ യന്ത്ര തകരാർ തുടരുകയാണ്. ഇടയ്ക്ക് മറ്റൊരു മിഷൻ കൊണ്ടുവന്ന് അവിടെ നിന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വീണ്ടും ആ തകരാർ തുടരുകയാണ്. നമുക്ക് ഇവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി നോക്കാം. ചേട്ടാ, എത്ര നേരമായി ഇവിടെ? അരമണിക്കൂറിൽ കൂടുതൽ നേരമായി. മെഷീൻ ആദ്യം ഒരു പാറ്റേൺ മെഷീൻ കൊണ്ടുവന്നു, അത് തകരാറായി. വീണ്ടും ഇപ്പോൾ ഇവിടെ അകത്ത് തന്നെ മെഷീൻ ഉണ്ട്. ആ മെഷീൻ വീണ്ടും ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ 122 ബൂത്ത് എന്ന് പറയുന്നത് ലോക്സഭാ ഇലക്ഷനിലേക്കൊക്കെ UDF വൻ ഭൂരിപക്ഷം കൊടുത്തു 414 വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്ത ഒരു ബൂത്താണ് ഇത്. ഏറ്റവും കൂടുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പാറ്റേൺ അങ്ങനെ UDF സംവിധാനമുള്ള ഒരു ബൂത്ത് കൂടിയാണ്. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയില്ല, ഈ ഒരുപാട് നേരമായിട്ട് അരമണിക്കൂറിൽ കൂടുതലായി. ഇപ്പോഴും ഇനിയും ശരിയാകാത്ത തരത്തിലേക്ക് പോകണം. ഇപ്പോൾ ഏഴേമിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്, അവർ പെട്ടെന്ന് കാര്യങ്ങൾ സജ്ജീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ കുറച്ചുകൂടെ 122 ഒരു പ്രശ്ന പ്രദേശമായിട്ട് പിന്നെ ബൂത്ത് കൂടി എന്നുള്ളതാണ് ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം. പക്ഷേ ഈ നിലപാടുകൾ പോകുകയാണെങ്കിൽ ഒരുപാട് നേരം ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഒരുപാട് പ്രായമുള്ള ആളുകൾ നിൽക്കുകയാണ്. ഒരു വളരെ കാലത്ത് വന്നിട്ട് ഇത്രയും നേരം നിന്നിട്ട് പോലും അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇത് UDF ബൂത്ത് ആയതുകൊണ്ടാണോ ഈ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് അറിയുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ പെട്ടെന്ന് മേലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ 122 ബൂത്തൊന്ന് വളരെ പ്രയാസമില്ലാത്ത തരത്തിൽ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഈ ജനാധിപത്യ രീതിയിലുള്ള ആ ഒരു വ്യവസ്ഥ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ പിന്നെ വോട്ടർമാരൊക്കെ ഒരുപാട് സമയം നിൽക്കുന്നത്. കാരണം എന്താ പറയുക, ഏറ്റവും പ്രയാസമാണ്. കാരണം 2 മണിക്കൂറോളം ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് അവരൊക്കെ ഒന്ന് വോട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഒന്നുമില്ല. ഇത് വെറുതെ ഈ VVPAT ഇത് കേടുവന്നുകൊണ്ട് ഇതിനെ ഒരു മാറ്റാനുള്ളൊരു സംവിധാനം. ഇപ്പോൾ ഒരു പ്രാവശ്യം കേടുവന്ന് അത് മാറ്റാനുള്ളൊരു സംവിധാനം പിന്നെ കേടുവരാത്തൊരു സംവിധാനം കാണണം. ആ സംവിധാനം കണ്ടിട്ട് വീണ്ടും കയറി വരുന്ന വോട്ടർമാർക്ക് പ്രയാസമുള്ളത്.